ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ വേസ്റ്റ് ബോക്സുകൾ വെച്ച് ഇന്ന് നമുക്കൊരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ എടുത്തിട്ടുള്ള വേസ്റ്റ് ബോക്സ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ബോക്സുകൾ തന്നെ വേണം എന്നൊന്നുമില്ല, കുറച്ച് കട്ടിയുള്ള ഏതൊരു പേപ്പർ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ബോക്സ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇന്ന് നമ്മൾ ഈ ഒരു ചെടിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇലയുടെ ഷേപ്പിൽ ഇതിൽ വരച്ചെടുക്കണം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ നമ്മളത് വരച്ചെടുത്തു. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇലയിൽ നമുക്കൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ഗ്രീൻ കളർ പെയിൻറ്റിലേക്ക് നമുക്ക് കുറച്ച് ബ്ലാക്ക് കളർ പെയിൻ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗ്രീൻ കളർ പെയിൻറ്റിലേക്ക് കുറച്ച് ബ്ലാക്ക് കളർ പെയിൻറ് ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നമ്മളത് മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇലയുടെ അടിയിലാണ് നമ്മൾ ആദ്യം പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത്. ഇലയുടെ അടിയിൽ പെയിൻറ് ചെയ്ത് കൊടുത്തത് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം നമുക്കതിൻ്റെ മുകളിൽ പെയിൻറ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമുക്കത് നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിലും കൂടെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഇതുപോലത്തെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വളരെ ചെറിയ ഇലകളാക്കി മുൻപ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ തുടങ്ങിയ ഉടനെ നമ്മൾ മിൽക്കി ബാറിൻ്റെ ബോക്സ് വെച്ച് വലിയ ഇലകളാക്കിയിട്ടും ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. പെയിൻറ് ചെയ്ത് കൊടുത്തത് ഉണങ്ങിയതിന് ശേഷം വൈറ്റ് പെയിൻറ് വെച്ച് ഇലയുടെ വെയിൻസ് എല്ലാം നമ്മൾ ഇതുപോലെ പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലത്തെ വേസ്റ്റ് കാർഡ്ബോർഡ് ബോക്സുകളൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇലയുടെ അരികു വശത്തൂടെയും ഇതുപോലെ നമ്മൾ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ആർട്ടിഫിഷ്യൽ പ്ലാന്റുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. അതിനുവേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാൻ മറന്നു പോകരുതേ. ഇപ്പം നമ്മൾ ഇതുപോലെ അതിൽ പെയിൻറ് ചെയ്തെടുത്തു. ഇതുപോലെ തന്നെ വേറെ 3 ഇലകൾ കൂടെ നമ്മളിവിടെ ചെയ്തെടുത്തു. പിന്നീട് നമ്മളിവിടെ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ മടക്കി എടുത്തിട്ടുള്ള ആ മടക്കിലൂടെ എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് നമുക്ക് നമ്മുടെ 4 ഇലകളിലേക്കും തണ്ടുകൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. നമ്മൾ എടുക്കുന്നത് വലിയ കാർഡ്ബോർഡ് ബോക്സ് ആണെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തതിനേക്കാൾ വലിയ ഇലകളാക്കി നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 4 പീസും നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം. നമ്മൾ റോൾ ചെയ്തെടുക്കുന്ന ഇതിന് ഓരോന്നിനകത്തും നമുക്ക് കെട്ടുകമ്പിയുടെ പീസ് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 4 പീസും നമ്മൾ ഇതുപോലെ റോൾ ചെയ്തെടുത്തു. പിന്നീട് നമ്മളിവിടെ കെട്ടുകമ്പിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ അതിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുള്ള കെട്ടുകമ്പിയുടെ ഈ ഒരു പീസ് ഒന്ന് നിവർത്തി കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കൂടുതലായി നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 4 എണ്ണത്തിനകത്ത് നമ്മൾ കെട്ടുകമ്പിയുടെ പീസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇലകളിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഫെവി ബോണ്ട് വെച്ചാണ് നമ്മൾ ഇലകളിലേക്ക് തണ്ടുകൾ ഒട്ടിച്ചെടുക്കുന്നത്. ഇലയുടെ അടിയിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തണ്ട് ഒട്ടിച്ചു കൊടുക്കാം. അതൊന്ന് ഒട്ടിക്കിട്ടുന്നത് വരെ നമ്മൾ കുറച്ച് സമയം ഒന്ന് പിടിച്ചു കൊടുക്കണം. അതിൻ്റെ തണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വളച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒട്ടിച്ചെടുത്തത് നമുക്ക് ഒട്ടിക്കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓരോ ഇലകളിലും തണ്ടുകൾ ഒട്ടിച്ചെടുക്കാം.
വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്. ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഇലയിലും നമ്മൾ ഇതുപോലെ തണ്ട് ഒട്ടിച്ചെടുത്തു. തണ്ട് ഒട്ടിച്ചെടുക്കുന്നത് അതിലേക്ക് ഒട്ടിക്കിട്ടുന്നത് വരെ കുറച്ച് സമയം നമ്മളൊന്ന് പിടിച്ചു കൊടുക്കണം. ഇപ്പൊ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന 4 ഇലകളിലും ഇതുപോലെ നമ്മൾ തണ്ടുകൾ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്തേക്കാണ് അത് വെച്ച് കൊടുക്കുന്നത്. ഇതിവിടെ കുറച്ച് പൊട്ടി പോയിട്ടുണ്ട്. അത് പൊട്ടിയ ഭാഗത്ത് ചെറിയൊരു പേപ്പറിന്റെ പീസ് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പേപ്പറിന്റെ പീസിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൽ വൂളൻ ത്രെഡ് ഒന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള റെഡ് കളർ വൂളൻ ത്രെഡ് ഇതിൽ മുഴുവനായി നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ, ആരും മറന്നു പോകരുതേ. ഇപ്പൊ നമ്മളതിൽ വൂളൻ ത്രെഡ് ഇത്രയും ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗത്തൂടെ നമുക്ക് ചുറ്റി കൊടുക്കാനുണ്ട്. ഇപ്പൊ ഇതാ നമ്മളതിൽ മുഴുവനും ചുറ്റിയെടുത്തു. ഇനി നമ്മൾ പഴയ ഡ്രസ്സിൽ നിന്നും എടുത്തിട്ടുള്ള ലൈസാണിത്. ഇത് നമ്മൾ അതിന്റെ മുകളിലും താഴെയായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മൾ അതിൽ ലൈസ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ അതിനകത്തേക്ക് തെർമോക്കോളിന്റെ പീസൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്തു. തെർമോക്കോൾ പീസിന്റെ നടുക്കായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഓരോ ഇലകളും നമുക്ക് അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇലകളുടെ തണ്ടിനകത്തേക്ക് നമ്മൾ കെട്ടുകമ്പിയുടെ പീസൊക്കെ വെച്ച് കൊടുത്തുകൊണ്ട് തണ്ടുകളൊക്കെ നല്ല സ്ട്രോങ് ആയി തന്നെ നിന്നോളും. നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന 4 ഇലകളും നമ്മൾ അതിലേക്ക് വെച്ച് കൊടുത്തു. ഇനി നമ്മൾ തെർമോക്കോളിന്റെ മുകളിലായിട്ട് ഈ കല്ലുകൾ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന വേസ്റ്റ് ബോക്സുകൾ കൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു പേപ്പർ പ്ലാന്റ് കാണാനായിട്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുതേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.